തികഞ്ഞ അഭിമാനബോധത്തോടെ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് തിരിച്ചെത്തി. ഇരുവരെയും ആവേശപൂർവ്വമാണ് ലോകം സ്വീകരിച്ചത്. ഇന്ത്യൻ സമയം പുലർച്ചെ 3:40 സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം ഫ്ലോറിഡൻ തീരത്തിന് സമീപം മെക്സിക്കൻ ഉൾക്കടലിൽ ലാൻഡ് ചെയ്തത്. ഏറെ അനിശ്ചിതത്വം നിറഞ്ഞ 9 മാസങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവിന് പരിസമാപ്തി കുറിച്ച നിമിഷം. തങ്ങളെ വീക്ഷിക്കുന്നവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് സുനിതയും വിൽമോറും പേടകത്തിൽ നിന്നും പുറത്തിറങ്ങിയത്. ഇവരെ സ്ട്രക്ചറിൽ വൈദ്യപരിശോധനയ്ക്ക് മാറ്റി. സുനിതയെയും വിൽമോറിനെയും കൂടാതെ നിക് ഹേഗ്, അലക്സാണ്ടർ ഗുർബനോവ് എന്നിവരും പേടകത്തിലുണ്ടായിരുന്നു. യാത്രക്കാരിൽ ആദ്യം പുറത്തെത്തിയത് നിക് ഹേഗ് ആണ്. സുനിത മൂന്നാമതായി ഇറങ്ങി. ആദ്യം പേടകത്തിലെ 4 പേരെയും കപ്പലിലേക്ക് മാറ്റി. ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ പേടകത്തിന്റെ മനുഷ്യനെയും വഹിച്ചുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായി 8 ദിവസത്തെ ദൗത്യത്തിനായി 2024 ജൂണിൽ ഭൂമിയിൽ നിന്നും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പറന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും 9 മാസത്തിലധികമായി അവിടെ തുടരുകയായിരുന്നു. സ്റ്റാർലൈൻ പേടകത്തിലെ സാങ്കേതിക പ്രശ്നം കാരണം ഇരുവർക്കും നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് മടങ്ങാനാവാതെ വന്നതോടെ തിരികെ യാത്ര നീട്ടിവെക്കുകയായിരുന്നു. ഒടുവിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി സഹകരിച്ചാണ് ഇവരുടെ മടങ്ങിവരവ് നാസ സാധ്യമാക്കിയത്. ഒരാഴ്ചത്തേക്ക് പോയ ദൗത്യം 287 ദിവസം നീണ്ടപ്പോഴും സുനിതയും ഒപ്പമുള്ളവരും പതറിയില്ല. ബഹിരാകാശ സഞ്ചാരിയാണെങ്കിലും സുനിത വില്യംസ് യഥാർത്ഥത്തിൽ ഒരു സൈനികയാണ്. US നേവൽ അക്കാദമിയിൽ വാർത്തെടുക്കപ്പെട്ട ഒരു സൈനിക. പതറാത്ത മനസ്സ് അവർ സ്വായത്തമാക്കിയത് നാവിക പരിശീലനത്തിലൂടെയാണ്. 1965 സെപ്റ്റംബറിലാണ് സുനിത ജനിച്ചത്. US ഒഹായോയിലുള്ള യൂക്ലിഡിലായിരുന്നു ജനനം. ഗുജറാത്തുകാരനായ ദീപക് പാണ്ഡെയുടെയും സ്ലൊവേനിയൻ സ്വദേശി ബോണിയുടെയും മകൾ. 1983 US നിദാം ഹൈസ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ സുനിത 1987 US നേവൽ അക്കാദമിയിൽ നിന്നാണ് ബിരുദം നേടിയത്. ഫിസിക്കൽ സയൻസിലായിരുന്നു ഇത്. 1995 ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കി. 1987 മുതൽ തന്നെ US നേവിയിൽ സുനിത പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. 1989 നേവൽ ഏവിയേറ്റർ എന്ന സ്ഥാനത്തെത്തി. ധാരാളം സൈനിക ദൗത്യങ്ങളിൽ സുനിത വില്യംസ് പങ്കെടുത്തിട്ടുണ്ട്. മെഡിറ്ററേനിയൻ ചെങ്കടൽ, പെർഷ്യൻ ഗൾഫ് മേഖലകളിൽ US നേവിയുടെ ഡിപ്ലോയ്മെന്റുകൾക്കൊപ്പവും സുനിതയുണ്ടായിരുന്നു. 1992 ആൻഡ്രൂ ചുഴലിക്കാറ്റിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മയാമിയിലേക്ക് അയച്ച സൈനിക വ്യൂഹത്തിന്റെ ഓഫീസർ ഇൻചാർജും സുനിതയായിരുന്നു. 1998 നാസയുടെ ബഹിരാകാശ യാത്രയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന 2ാമത്തെ വനിതയാണ് സുനിത വില്യംസ്. നാസയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ സുനിത 3000-ലേറെ മണിക്കൂറുകൾ വിമാനം പറത്തിയിട്ടുണ്ടായിരുന്നു. നാസയിലെ ജോൺസൺ സ്പേസ് സെന്ററിലായിരുന്നു സുനിതയുടെ പരിശീലനം. ബഹിരാകാശത്തേക്ക് പോകുന്ന 2ാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത. രാജ്യം അവർക്ക് പത്മഭൂഷൺ ബഹുമതി സമ്മാനിച്ചിട്ടുണ്ട്. അതേസമയം ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയാലും സുനിതയെയും ബുച്ച് വിൽമോറിനെയും ദീർഘനാൾ ആരോഗ്യ പ്രശ്നങ്ങൾ പിന്തുടരുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ബഹിരാകാശത്തെ അന്തരീക്ഷം ഭൂമിയേക്കാൾ വിഭിന്നമാണ്. അവർ റേഡിയേഷൻ, ഗുരുത്വാകർഷണം, കാന്തിക മേഖലയുടെ ശക്തി, വൈകാരിക ബുദ്ധിമുട്ടുകൾ എന്നിവ ഇവർക്ക് അനുഭവപ്പെടും. ബഹിരാകാശത്ത് കഴിഞ്ഞവർ തിരിച്ചു ഭൂമിയിലെത്തുമ്പോൾ ഗുരുത്വാകർഷണം മൂലം അസ്ഥികളുടെ സാന്ദ്രത നഷ്ടപ്പെടുകയും പേശികൾക്ക് ബലക്ഷയമുണ്ടാകുമെന്നും നാസ കണ്ടെത്തിയിട്ടുണ്ട്. വ്യായാമത്തിലൂടെ, മെച്ചപ്പെട്ട പുനരധിവാസത്തിലൂടെ മാത്രമേ ഇത് തിരിച്ചു നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂവെന്ന് അവർ പറഞ്ഞു. ബഹിരാകാശത്ത് വെച്ച് അസ്ഥികലകൾ സ്വയം പുനഃസൃഷ്ടിക്കപ്പെടുകയും പുതിയ കോശങ്ങൾ സാവധാനത്തിൽ ഉൽപ്പാദിപ്പിക്കുകയുമാണ് ചെയ്യുക. അതേസമയം പഴയ കോശങ്ങളും കലകളും അതേ വേഗത്തിൽ നശിക്കുകയും ചെയ്യുന്നു. ബഹിരാകാശ യാത്രികർക്ക് അവരുടെ ആരോഗ്യകരമായ ശരീരഭാരം നിയന്ത്രണത്തിലാക്കുക എന്നത് അല്പം വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭാഗമാകുമ്പോൾ യാത്രികർ ഏറ്റവും ആരോഗ്യപ്രദമായ മാർഗങ്ങളാണ് തിരഞ്ഞെടുക്കുക. കൂടാതെ അവരുടെ ആരോഗ്യം നിയന്ത്രണത്തിലാക്കുകയും ചെയ്യുന്നു. ബഹിരാകാശ റേഡിയേഷന് തുടർച്ചയായി വിധേയമാകുന്നത് മൂലം ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ബഹിരാകാശ റേഡിയേഷന് പുറമെ സോളാർ റേഡിയേഷന് DNA നശിപ്പിക്കുവാനും ക്യാൻസർ ഉണ്ടാക്കാനും കഴിയും. ശ്വേതരക്താണുക്കളുടെ എണ്ണത്തിലും കുറവ് സംഭവിക്കും. റേഡിയേഷൻ മൂലമാണ് ഇത് പ്രധാനമായും സംഭവിക്കുന്നത്. അതായത് അപകട സാധ്യതകൾ ഏറെയുള്ള ജോലിയാണ് ഇവരുടേത്.
സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടുള്ള ഇവരുടെ ജോലിയുടെ ശമ്പളം തിരയുന്നവരും ഏറെയാണ്. US ഗവൺമെന്റിന്റെ ശമ്പള സ്കെയിൽ അടിസ്ഥാനമാക്കിയാണ് ബഹിരാകാശ യാത്രികർക്ക് ശമ്പളം നൽകുന്നത്. GS-13 മുതൽ GS-15 വരെയാണ് വരുന്നത്. വളരെ അനുഭവ സമ്പത്തുള്ള ബഹിരാകാശ യാത്രികർ സാധാരണയായി GS-15 വിഭാഗത്തിലാണ് വരികയെന്നാണ് റിപ്പോർട്ട്. നാസയുടെ റിപ്പോർട്ടുകൾ പ്രകാരം സുനിത വില്യംസിന്റെ വാർഷിക വരുമാനം 1.26 കോടി രൂപയാണ്. ശമ്പളത്തിന് പുറമെ നാസ ബഹിരാകാശ യാത്രികർക്ക് സമഗ്രമായ ആരോഗ്യ ഇൻഷുറൻസും ബഹിരാകാശ യാത്രികർക്കും കുടുംബത്തിനും മാനസിക പിന്തുണ, ജോലി സംബന്ധമായ അസൈൻമെന്റുകൾക്കുള്ള യാത്രാ അലവൻസ് എന്നിവ ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങളാണ് നൽകുന്നത്.